വെൽക്കം ടു ഇച്ചൂസ് 369 വ്ളോഗ്സ്. എല്ലാ കൂട്ടുകാരും സ്കൂളിൽ പോയി തുടങ്ങിയോ? ഇച്ചൂട്ട നാളെ തൊട്ടാണ് കേട്ടോ സ്കൂളിൽ പോയി തുടങ്ങുന്നത്. അതിൻ്റെ അവസാനവട്ട പ്രിപ്പറേഷൻസായി ഇവിടെ നടക്കുന്നത്. ഇതേവരെ ഞങ്ങൾ ബുക്ക് പോലും മൈൻഡ് ചെയ്തില്ലായിരുന്നു. അതിന് നാളെ പോകുന്നതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളെല്ലാം ബുക്കെല്ലാം മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തത്രപ്പാടിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളെല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതൊക്കെ എടുത്ത് കളയടേ. ഇനി ഇതൊന്നും വേണ്ട, ഇത് മാത്രം മതി. പെൻസിൽ ബോക്സ് ഒന്ന് ടിഫിൻ ബോക്സ് മാത്രം മതി. അയ്യോ, ഇത് സ്കൂളിൽ കൊണ്ടുപോകത്തില്ല. ലഞ്ച് ബോക്സിൽ ഇത് വെച്ചിട്ടാ കൊണ്ടുപോകുന്നത്. ഇത് വെച്ചിട്ടോ? അയ്യോ, ഇതെന്താ തീർച്ചയാ? ഇത് വേണ്ട. ഇതിന്റെ ഒരു യൂസും ഇല്ല. ഇതുകൊണ്ട് മഴ പെയ്യാതിരിക്കാനാ? മഴ പെയ്താലും ഇത് നനയത്തൊന്നുമില്ല. ഇവിടെ അടി വേറെ ഒന്നുമില്ല കേട്ടോ. നാളെ സ്കൂൾ തുറക്കുവാണ്. നാളെ സ്കൂൾ ഓൾറെഡി ഒരു ബാച്ചിനൊക്കെ തുറന്നല്ലോ. ഇവർക്കെല്ലാം നാളെയാണ് 5-ാം തീയതി. അപ്പം നാളെ പോകുന്നത് പ്രമാണിച്ച് നമ്മൾ അവസാനമായിട്ട് ഒരുക്കത്തിലാണ്. ഇതേവരെ ഒന്നും ഒരുക്കിയില്ല. ഇന്നാണ് ഈ ബുക്കൊക്കെ ബൈൻഡിട്ടത് തന്നെ. നമുക്ക് പനിയായിരുന്നു കേട്ടോ. അപ്പോൾ പനിയെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. പൂർണ്ണമായിട്ട് റിക്കവറായി എന്ന് വെച്ചാൽ റിക്കവറായില്ല. അയ്യോ, പെൻസിൽ ബോക്സ് അതിലിടണ്ട കേട്ടാ. അപ്പോൾ റിക്കവറായെന്ന് വെച്ചാൽ റിക്കവറായില്ല. ഒരു ഉഗ്രം പനിത ഈ ഇച്ചു കണ്ണനാണ് നമുക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊണ്ടുവന്ന് എല്ലാവരും ഹോസ്പിറ്റലിൽ കയറി അവർക്ക് നല്ലൊരു വരുമാനമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നമ്മളിവിടെ എല്ലാവരും ഇരിക്കുന്നത്. അല്ലേടാ ഇച്ചു? എല്ലാവരെയും സൂചി വെപ്പിച്ച് ഇച്ചു വെച്ചില്ലേ? ഇച്ചു വെച്ച് അങ്ങനെ ഇച്ചു നാളെ പോവാണ്. ഇനി നാളെ പോയിട്ട് മറ്റന്നാളെ മുതൽ അസുഖമാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എന്താ പറയാ. അപ്പോൾ ഇച്ചുവിനെ ഞങ്ങൾ ഇപ്രാവശ്യം മേടിച്ചത് ഒരു മിൽട്ടൻ്റെ ബോക്സ് ആണ് കേട്ടോ. ലഞ്ച് ബോക്സ് മേടിച്ചത് മിൽട്ടൻ്റെ ആണ്. സാധാ ഒരു ബോക്സ്, അകത്ത് സ്റ്റീലാണ്. വലിയ വെയിറ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ അതിൽ തന്നെ ഒരു ഫോർക്കും ഒരു സ്പൂണും കൂടിയുണ്ട്. കുറച്ച് ചോറ് മതി. ഇത്രയും ഇതൊന്നും നിറച്ച് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. പിന്നെ കുറച്ച് ചോറ് ഇപ്രാവശ്യം മുതൽ വാരിയില്ലേ കഴിക്കാനുള്ളത്. അപ്പം വിശാലമായിട്ട് പുറത്തേക്ക് കളയാതെ വാരി കഴിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി കൊണ്ടുപോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ അറിയാം. പിന്നെ ഒരു കറിപ്പാത്രവും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. എന്തുവാ പെൻസിൽ ബോക്സ് ആണോ? നമുക്ക് ആ പെൻസിൽ ബോക്സ് ഒന്നും വേണ്ട. അത് സ്കൂളിൽ കൊണ്ടുപോകാനല്ല. പിന്നെ ഒരു സ്പൈഡർമാൻ്റെ കുപ്പി. അത് സാധാ ഒരു കുപ്പി തന്നെയാണ് കേട്ടോ. അകത്ത് സ്റ്റീലൊന്നും അല്ല. ചൂടാറിയ വെള്ളമൊക്കെ ഒഴിക്കാൻ പറ്റിയ ടൈപ്പുള്ളത്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പിന്നെ അങ്ങനെയല്ലേ ഒഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് വേണ്ട. പിന്നെതാ ഇതിൻ്റെ അകത്ത് എന്തുവാണോ ചെയ്തിട്ടേക്കുന്നത്. പിന്നെ ഒരു പെൻസിൽ ബോക്സ് അവൻ്റെ ഇഷ്ടപ്രകാരം അവ എടുത്തതാണ്. ഇതെല്ലാം എവിടെ നിന്നാണ് ഇച്ചു എടുത്തത്? ഇതെല്ലാം ആരാണ് എടുത്തു തന്നെ? ഇച്ചു കണ്ണൻ്റെ മാമയാണ് ഇതെല്ലാം എടുത്തു കൊടുത്തത്. പിന്നെയുണ്ട് പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. സ്കൂളിലത്തേക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഡ്രസ്സസുകളാണ്. കാരണം യൂണിഫോം ആയിരിക്കത്തില്ലല്ലോ, ആദ്യം കളർ ഡ്രസ്സ് ആയിരിക്കത്തില്ല. അപ്പം ഫസ്റ്റ് ഡേ ഇട്ടുകൊണ്ട് പോകാൻ. ഇത് അവന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അവൻ്റെ താത്തി മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ്സ് ആണ് ഇതെല്ലാം. ഇത് നിക്കറും ഉടുപ്പും. ഇച്ചുവിന് ഈ ഉടുപ്പൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ? 2 ടീഷർട്ട്. ഇതെല്ലാം അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റുകളായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും എടുത്തു കൊടുത്തില്ല. അറിയാലോ, അന്നൊക്കെ പനിയായിരുന്നു. ഒരു കേക്ക് പോലും കുറിച്ചില്ലായിരുന്നു. പിന്നെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഇങ്ങനെ അങ്ങ് പോട്ടെ, അല്ലാതെ എന്ത് പറയാൻ. ബർത്ത്ഡേ ആഘോഷിച്ചില്ലെങ്കിലും ഡ്രസ്സ് അവളുടെ വകയായിട്ട് ഇരിക്കട്ടെ എന്നും പറഞ്ഞു. പിന്നെ അന്ന് 2 ഷൂ ഒക്കെ ലാസ്റ്റ് മിനിറ്റ് ഞങ്ങളുടെ പർച്ചേസുകളാണ്. നാളെ ഇട്ടുകൊണ്ട് പോകാൻ. പിന്നെ കുറച്ച് കർച്ചീഫ്സ്. പിന്നെ ഈ കർച്ചീഫ് നല്ലതാണ് കേട്ടോ. നല്ല സ്പോഞ്ച്, നല്ല സുഖമുണ്ട് ഈ കർച്ചീഫ്. അങ്ങനെ ഒരു 3-4 കർച്ചീഫ്സ് ഒക്കെ എടുത്തായിരുന്നു. പിന്നെ അടിയിലുള്ള ഇടാനുള്ള ബനിയൻ കാര്യങ്ങളും. പിന്നെ ഞങ്ങൾ ഇതൊക്കെ രാമചന്ദ്രൻ എന്നാണ് കേട്ടോ ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തത്. പാൻസ്, ജീൻസ് പാൻസ്, പിന്നെ ഒരു 3/4, പിന്നെ ഒരു ഷോർട്സ്, ഒരു പാൻസ്, പിന്നെ ഒരു ഷോർട്സും ആണ്. പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വരുമായിരിക്കും. അത് സ്കൂൾ തുറന്നിട്ട് വരും. പിന്നെ ഇത് സ്കൂളിൽ കൊടുത്തു വിടാനുള്ള ടവൽ.
പിന്നെ അവനെടുക്കപ്പോൾ ഞാനും ഒരു ഉടുപ്പെടുക്കണമല്ലോ, അങ്ങനെ ഞാനും എടുത്തായിരുന്നു കേട്ടോ ഒരു ടോപ്പ്. അച്ചേ, അങ്ങനെ ഞാനൊരു ടോപ്പ് എടുത്തായിരുന്നു കേട്ടോ. 600 രൂപ. പിന്നെ ഇച്ച് ഷൂ എടുക്കുമ്പോൾ എനിക്ക് ഷൂ എടുക്കാതിരിക്കാൻ പറ്റും. അങ്ങനെ ഞാനും ഷൂ എടുത്തില്ല, 2 സാൻഡൽസ് എടുത്തായിരുന്നു. 250 രൂപ രാമചന്ദ്രൻ എന്നടുത്ത്. ഇത് ഇത്രയൊക്കെ തന്നെ. പിന്നെ റെയിൻ കോട്ട്സ് ഒക്കെ എടുത്തായിരുന്നു. റെയിൻ കോട്ട്സ് അതെല്ലാം ഇനി പൊടി തപ്പി എടുക്കണം. റെയിൻ കോട്ട്സ്. പിന്നെ ഒരു ഉണ്ടായിരുന്നു താത്താ, അങ്ങനെ ചെയ്യില്ലേ, ഉണ്ടായിരിക്കും. എന്തൊക്കെ കുരുത്തക്കേടാണ് ഈ കാണിച്ച് കൂട്ടണത്. പിന്നെ ഓൾറെഡി റെയിൻ കോട്ട്സ് ഉണ്ട്. ബാഗ്സ് എല്ലാം നമുക്ക് ഓൾറെഡി ഉണ്ട്. ബാഗെല്ലാം ഇല്ലേച്ചോ? ബാഗെല്ലാം ഉണ്ട്. നമുക്ക് 2 ബാഗുണ്ട്. പ്ലേ സ്കൂളിലത്തേക്ക് വേണ്ടി മേടിച്ചതാണ്. പക്ഷെ പ്ലേ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാത്തതുകൊണ്ട് ഞങ്ങൾ ആ ബാഗ് തന്നെയാണ് ഇപ്രാവശ്യം കൊണ്ടുപോകുന്നത്. അല്ലേ? എന്തൊരു വിഷമം. തുണി തരാത്തോണ്ട്. ഈ പാൻറ്റീസ് നിനക്കെന്തിന്? അത് വേണ്ട വേണ്ട, തലയിലൊന്നും ഇടണ്ട. കുഞ്ഞു പിള്ളേരുടെ കാര്യം, ഇതൊക്കെയാണ് ഇവന്റെ പരിപാടികൾ എന്ന് പറയുന്നത്. വേണ്ട വേണ്ട, അങ്ങ് വേണ്ട. പിന്നെ ബാഗ്സ് പിന്നെ തലയിൽ വെക്കുന്നതായിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു കുട മേടിച്ചു. കാരണം ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പം അതുവരെ നനയാതിരിക്കാൻ വേണ്ടി എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ചതാണ്. ഇതൊക്കെ ഇവൻ വെക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊക്കെയായിരുന്നു. ഇനിയിപ്പോൾ കുറേ അവസാനപ്പെട്ട പ്രിപ്പറേഷൻസുകൾ ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. ഒന്നും ആയില്ല. പിന്നെ അവിടെ കൊണ്ടുപോകാൻ ഒരു സ്റ്റീൽ പാത്രം, സ്റ്റീൽ ഗ്ലാസ് ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അവർ, കാരണം 10 മണിയായപ്പോൾ അവർ ഫുഡ് കൊടുക്കും. അപ്പം അതിനുള്ളതൊന്നും ഇതേവരെ മേടിച്ചില്ല. അപ്പം നാളെ സ്കൂൾ ഓപ്പണിങ് കഴിഞ്ഞിട്ട് പോയി മേടിക്കണമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പം നിങ്ങളുടെയൊക്കെ പ്രിപ്പറേഷൻസ് എന്തായി? ഒരുപാട് പേരുടെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയും തുടങ്ങി. പക്ഷേ ഞങ്ങൾ നാളെ മുതലാണ് പോയി തുടങ്ങുന്നത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾ നല്ലൊരു അധ്യയന വർഷം നേരെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.